ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെയിൻ റൂളിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുന്നതോറൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു റൂളാണ് ചെയിൻ റൂൾ. നമ്മൾ ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചെയിൻ റൂൾ. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ പ്രൂഫ് എങ്ങനെ അത് പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നോക്കുക. അപ്പോൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ചെയിൻ റൂൾ. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴെല്ലാം ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എഫും ജിയും രണ്ട് ഡിഫറൻഷ്യബിൾ ഫങ്ഷനാണ്. സ്റ്റേറ്റ്മെൻറ്റാണ് എഫും ജിയും രണ്ട് ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസാണ്. അതിൻ്റെ മീനിങ് എന്താണ്? എഫും ജിയും ഡെറിവേറ്റീവുള്ള രണ്ട് ഫങ്ഷനാണ്. അതായത് നിങ്ങൾക്ക് എഫ് ഡാഷ് ഓഫ് എക്സും ജി ഡാഷ് ഓഫ് എക്സും കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ ആൻഡ് എച്ച് ബി എ കോമ്പോസിറ്റ് ഓഫ് എഫ് ആൻഡ് ജി. കോമ്പോസിറ്റ് ഫംഗ്ഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഫംഗ്ഷനാണ്. ആ പുതിയ ഫംഗ്ഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? അത് എഫിൻ്റെയും ജിൻ്റെയും കോമ്പോസിഷനാണ്. അതെങ്ങനെയാണ് എഴുതാം? അപ്പോൾ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ദാറ്റ് ഈസ് എന്താണ്, എച്ച് ഈക്വൽ ടു എഫ് കോമ്പോസിറ്റ് ജി എന്ന് എഴുതാം. ഇനി അങ്ങനെയാണെങ്കിൽ ദെൻ എച്ച് ഈസ് ഓൾസോ ഡിഫറൻഷ്യബിൾ. അതായത് എഫും ജിയും ഡിഫറൻഷ്യബിൾ ആയ കാരണം അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പോസിറ്റായിട്ട് എച്ച് എന്നുള്ള ഒരു പുതിയ ഫംഗ്ഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എച്ച് എന്തായിരിക്കും? ഡിഫറൻഷ്യബിൾ ആയിരിക്കും, അല്ലേ? ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് കിട്ടണം. ആ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം? എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ്, അല്ലേ? എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് കോമ്പോസിറ്റ് ജി ഡാഷ് എക്സ് ആണ്. അപ്പോൾ എഫ് കോമ്പോസിറ്റ് ജിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം എഫ് ഡാഷ് കാണുക, എഫ് ഡാഷ് എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക? ഉള്ളിൽ ജി ഓഫ് എക്സ് ഇട്ട് കൊടുക്കുക. ഇൻറ്റു എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഫംഗ്ഷനായ ജിയുടെ ഡെറിവേറ്റീവ് ജി ഡാഷ് ഓഫ് എക്സും കൂടി വേണം. ഈ രീതിയിലാണ് കോമ്പോസിറ്റ് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമിനും മറ്റും സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചെയിൻ റൂൾ എന്നാണ് ചോദിക്കുക. അപ്പോൾ നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്ക് വേണ്ടത് ആദ്യം എന്താണ്? ഗിവൺ എന്തെടുക്കുന്നു? എച്ച് ഈക്വൽ ടു എഫ് കോമ്പോസിറ്റ് ജി എന്ന് നമ്മൾ ചൂസ് ചെയ്യണം. കാരണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണ്, അതിൻ്റെ കോമ്പോസിഷനാണ്, അല്ല, എച്ച് ബി എ കോമ്പോസിറ്റ് ഓഫ് എഫ് ആൻഡ് ജി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്ന കാര്യമാണ് ഗിവൺ എച്ച് ഈക്വൽ ടു എഫ് കോമ്പോസിറ്റ് ജി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എച്ച് ഡാഷ് ഓഫ് എക്സ് ആണ്, അല്ലേ? അത് ഡിഫറൻഷ്യബിൾ ആണെന്ന് കാണിക്കണം. എന്നിട്ട് എച്ച് ഡാഷ് ഓഫ് എക്സ് എന്താണെന്നും കണ്ടുപിടിക്കണം. ഇതാണെന്ന് കണ്ടുപിടിക്കും വേണം. അപ്പോൾ എച്ച് എഫ് കോമ്പോസിറ്റ് ജി ആണെങ്കിൽ എച്ച് ഓഫ് എക്സ് എന്ത് വരും? എച്ച് ഓഫ് എക്സ്, അല്ലേ? രണ്ട് സൈഡിൽ ഓഫ് എക്സ് കൊടുക്കുന്നു, എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് വരും. ഈ കോമ്പോസിഷൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക? ഇങ്ങനെയാണ് വരിക, അല്ലേ? എഫിനെ പുറത്തെഴുതും, രണ്ടാമതല്ലേ ജി കിടക്കുന്നത്. എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഏതാണോ ഫംഗ്ഷൻ അത് ജി ഓഫ് എക്സ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരും, അല്ലേ? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വരും. ഇത് കോമ്പോസിഷൻ്റെ ഡെഫിനേഷനാണ്. അത് നമ്മൾ ഓൾറെഡി നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് രണ്ടാമത് കിടക്കണ ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഒന്ന് മാറ്റി എഴുതുന്നു മാത്രം. ഇനി നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് എന്ത് ചെയ്യുന്നു? യു എന്നൊരു ഫംഗ്ഷൻ എടുക്കുന്നു. യു എന്തായിട്ട് എടുക്കുന്നു? ജി ഓഫ് എക്സ് ആയിട്ട്, ഉള്ളിൽ കിടക്കുന്ന ജി ഓഫ് എക്സ് ആയിട്ട് യു എടുക്കുന്നു. യു ജി ഓഫ് എക്സ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എച്ച് ഓഫ് എക്സ് എന്തായിട്ട് മാറും? എഫ് ഓഫ് യു എന്നായിട്ട് മാറില്ലേ? കാരണം എച്ച് ഓഫ് എക്സ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആയിരുന്നു. ഈ ജി ഓഫ് എക്സ് യു എടുത്ത് സ്ഥിതിക്ക് എന്താവും? എഫ് ഓഫ് യു ആയിട്ട് മാറും, അല്ലേ? അപ്പോൾ ഇങ്ങനെയായിട്ട് മാറി. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു മാത്രം. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു യു ആയി, അല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഡെൽറ്റ എക്സ് ബി എ എന്തെടുക്കും നമ്മൾ? ലെറ്റ് ഡെൽറ്റ എക്സ് ബി എ സ്മോൾ ഇൻക്രിമെൻറ്റ് ഇൻ എക്സ്. അതായത് എക്സിൽ വരുന്ന ഒരു ചെറിയ മാറ്റത്തിനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് ആയിട്ട് സൂചിപ്പിക്കുന്നത്. എക്സ് എന്ന വേരിയബിളിൽ വരുന്ന ചെറിയൊരു ഇൻക്രിമെൻറ്റ്, അല്ലേ? ചെറിയൊരു വ്യത്യാസം, ഒരു ഇൻക്രിമെൻ്റാണ് നമ്മൾ ഡെൽറ്റ എക്സ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ യു ഈക്വൽ ടു ജി ഓഫ് എക്സ് ബി ഡെൽറ്റ യു. അതായത് എന്താണ്? എക്സ് ചെറുതായിട്ടൊന്ന് ഇൻക്രിമെൻറ്റ് വരുമ്പോൾ, എക്സിൻ്റെ വാല്യൂയിൽ കുറച്ചൊരു വേരിയേഷൻ വരുമ്പോൾ അതിനോടനുബന്ധിച്ച് ഏതിലും ചേഞ്ച് വരും, യു എന്ന വേരിയബിളിലും വരും. കാരണം ഇവിടെ നോക്കിയാൽ നമുക്കറിയാം യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, ഇതാണ് യു ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ എക്സിന് എക്സ് പ്ലസ് 2 എന്നാക്കുമ്പോൾ യു അല്ലേ ജി ഓഫ് എക്സ്. അപ്പോൾ യു എന്തായിട്ട് മാറും? യുവിൻ്റെ വാല്യൂലും ചേഞ്ച് വരുമല്ലോ. കാരണം യു ഡിപ്പെൻഡ് ചെയ്യുന്ന എക്സിൽ ഇട്ട് കൊടുക്കുന്ന വാല്യൂസിനനുസരിച്ചാണ്. അതാണ് പറയുന്നത്
അപ്പോൾ എക്സിൻ്റെ ഇൻക്രിമെൻറ്റ് ഒരു ഡെൽറ്റ എക്സ് ഇൻക്രിമെൻറ്റ് വരുത്തുമ്പോൾ ഒരു എക്സിൻ്റെ വാല്യൂ ഒരു ഡെൽറ്റ എക്സ് ഇൻക്രിമെൻറ്റ് വരുത്തുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, യു എന്നുള്ള അല്ലേ, യു എന്നുള്ളതിലൊരു ഇൻക്രിമെൻറ്റ് വരും. ആ ഇൻക്രിമെൻറ്റ് ഡെൽറ്റ യു ആയിട്ട് എടുത്തു. അത് വരാൻ കാരണം ഞാൻ പറഞ്ഞു, യു എന്ന് പറഞ്ഞ് ജി ഓഫ് എക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് യുവിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എക്സിന് ഡെൽറ്റ എക്സ് മാറ്റം വരുമ്പോൾ യുക്ക് ഡെൽറ്റ യു ഇൻക്രിമെൻറ്റ് വരും അല്ലേ. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഡെൽറ്റ യുവിന് ആ ഇൻക്രിമെൻറ്റിനെ എങ്ങനെ എഴുതാം, ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൽ നിന്ന് ജി ഓഫ് എക്സ് മൈനസ് ചെയ്തായിരിക്കും ഡെൽറ്റ യു എന്ന് പറയാം അല്ലേ. ആ ഇൻക്രിമെൻറ്റ്, ആ ഒരു ഇൻക്രിമെൻറ്റ് എന്തായിരിക്കും, യുവിൽ നിന്ന് വരുന്നൊരു ഇൻക്രിമെൻ്റ് ആണല്ലോ. ഡെൽറ്റ എക്സ് എക്സിൽ ചേഞ്ച് വരുമ്പോൾ യുവിൽ വരുന്ന മാറ്റമാണ് ഡെൽറ്റ യു. അപ്പോൾ ആ ഡെൽറ്റ യുവിന് എങ്ങനെ കിട്ടും, ജി ഓഫ് എക്സിനെ ഡെൽറ്റ എക്സിലേക്ക് മാറ്റുന്നു മൈനസ് ജി ഓഫ് എക്സ്. ആ ഒരു ചെറിയ വാല്യൂ ആണ് ഡെൽറ്റ യു. ഇനി അങ്ങനെയാണെങ്കിൽ ജി ഡാഷ് ഓഫ് എക്സ് എന്ത് വരും, ജി ഡാഷ് ഓഫ് എക്സ് എന്ത് വരും, ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് യു ആണ്, ജി ഓഫ് എക്സ് യു ആണ് അല്ലേ, ജി ഓഫ് എക്സ് യു ആണ്, അത് ഓർമ്മ വേണം കേട്ടോ, ജി ഓഫ് എക്സ് യു ആണ്. അപ്പോൾ ജി ഡാഷ് ഓഫ് എക്സ് എന്ത് വരും, ഡി യു ബൈ ഡി എക്സ് എന്ന് വരും. ഡി യു ബൈ ഡി എക്സിനെ എങ്ങനെ എഴുതാം, നമ്മുടെ പ്രോപ്പർ ഡെഫിനിഷൻ അനുസരിച്ച് ഡെറിവേറ്റീവ് എങ്ങനെ കാണും, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതും. ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർ ഡെഫിനിഷൻ. ഇനി അപ്പോൾ നമുക്ക് ജി ഡാഷ് ഓഫ് എക്സ് കിട്ടി, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടി. ഇനി എന്ത് വേണം, നൗ സിൻസ് എച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, ഇനി നമുക്ക് അറിയുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് സിൻസ് എന്ന് എഴുതിയത്. സിൻസ് എച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, കാരണം എന്താണ് അല്ലേ, കാരണം നമ്മൾ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് യു എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ അല്ലേ, എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് യു എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് എച്ച് ഏതെല്ലാം ഫംഗ്ഷനാണ്, ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് അല്ല, ഈ ഫംഗ്ഷൻ ഓഫ് യു ആണല്ലോ. എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഫ് ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇൻ യു ആണ്. അപ്പോൾ എച്ച് ഓഫ് എക്സ് എന്താണ്, ഫംഗ്ഷൻ ഇൻ യു ആണെന്ന് കിട്ടി. കറസ്പോണ്ടിങ് ടു ദി ചേഞ്ച് ഡെൽറ്റ യു ഇൻ യു ദർ ഇസ് എ ചേഞ്ച് ഡെൽറ്റ എച്ച് ഇൻ എച്ച് ഈക്വൽ ടു എഫ് ഓഫ് യു. പറഞ്ഞത് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എക്സിലൊരു ഇൻക്രിമെൻറ്റ് കൊടുക്കുമ്പോൾ യുവിലൊരു ഇൻക്രിമെൻറ്റ് വരും, അത് ഡെൽറ്റ യു ആയിട്ട് എടുത്തു. ഇനി രണ്ടാമത് നമുക്കൊരു ഇക്വേഷൻ തുടക്കത്തിൽ നമ്മൾ എഴുതിയിട്ട് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് യു എന്ന് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യുവിൽ ഓൾറെഡി ഒരു ഇൻക്രിമെൻറ്റ് വരുന്നുണ്ട്, യുവിൽ ഡെൽറ്റ യു ഇൻക്രിമെൻറ്റ് വരുമ്പോൾ എഫ് ഓഫ് യു എന്നുള്ളത് എച്ച് ഓഫ് എക്സ് ആയ കാരണം എച്ചിലും എന്ത് വരും, എച്ചിലും ഒരു ഇൻക്രിമെൻറ്റ് വരേണ്ടതാണ് അല്ലേ. എഫ് ഓഫ് യു എന്നുള്ള വാല്യൂവിനെ, യുവിനെ നമ്മൾ ഒരു വാല്യൂ ഒരു നമ്പർ ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എച്ച് ഓഫിൽ എന്ത് മാറ്റം വന്നേ പറ്റൂ, ചെറിയൊരു മാറ്റം വന്നേ പറ്റൂ അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, യുവിലൊരു ഡെൽറ്റ യു ചേഞ്ച് വരുമ്പോൾ എച്ചിൽ എന്ത് വരും, എച്ചിലൊരു ഡെൽറ്റ എച്ച് ഒരു ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരും. ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ കൂടും, ഒരു സ്മോൾ വാല്യൂ എമൗണ്ട് കൂടും അല്ലേ. ഓൾസോ സിൻസ് ദ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ജി ഈസ് കണ്ടിന്യൂസ്, നോക്കുക ജി നമുക്ക് എഫും ജിയും കണ്ടിന്യൂസ് ആണെന്ന്, ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ, അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ യു നമ്മൾ നേരത്തെ ഇവിടെ വെച്ചിട്ടുണ്ട്, എന്താണ് ഡെൽറ്റ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 കൊടുത്ത് നോക്കുക, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായത് ഡെൽറ്റ എക്സിന് 0 ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ ഇത് 0 ആയിട്ട് പോകും. അപ്പോൾ ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് വരും. ഡെൽറ്റ യു ഈക്വൽ ടു ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്താണ് 0 ആണെന്ന് വരും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തത് ഈ ഒരു കാര്യം കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്താണ്, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 കൊടുക്കുന്നതിന് സെയിം ആണ് ഡെൽറ്റ യു ടെൻസ് ടു 0 കൊടുക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എഫ് ഡാഷ് ഓഫ് യു ഒന്ന് നോക്കി നോക്കുക. എഫ് ഡാഷ് ഓഫ് യു, എഫ് ഓഫ് യു നമുക്കറിയാമല്ലോ, എഫ് ഓഫ് യു എന്താണ് എച്ച് ഓഫ് എക്സ് ആണെന്നറിയാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് യു എന്ത് വരും, ഡി എച്ച് ബൈ ഡി യു എന്ന് വരും അല്ലേ. എഫ് ഡാഷ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഡി എച്ച് ബൈ ഡി യു എന്ന് വരും. ഡി എച്ച് ബൈ ഡി യുവിന് നമുക്ക് ഡെറിവേഷൻ്റെ ഇതിലെങ്ങനെ എഴുതാം, ലിമിറ്റ് ഡെൽറ്റ യു ടെൻസ് ടു 0 ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ യു എന്ന് വരും അല്ലേ. കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ
നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ലിമിറ്റ് ഡെൽറ്റ യു ടെൻസ് ടു 0 ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ യു എന്ന് കൊടുക്കുന്നു. ഇനി ഇപ്പം നമ്മളിവിടെ കണ്ടുവച്ചു ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് കൊടുക്കുന്നു, ഡെൽറ്റ യു ടെൻസ് ടു 0 അല്ലെങ്കിൽ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു, സെയിം ആണെന്ന് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചേഞ്ച് ചെയ്യാം? ഇവിടെ നമുക്ക് ഈ ഡെൽറ്റ യു ടെൻസ് ടു 0 അടുത്ത സ്റ്റെപ്പിൽ എന്തായിട്ട് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആയിട്ട് കൊടുത്തു. ബാക്കി എന്താണ് ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ യു എന്ന് കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ യു ടെൻസ് ടു 0 എന്ന് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എച്ച് ഡാഷിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ അല്ലേ. എച്ച് ഡാഷ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എക്സ് ആണല്ലോ അല്ലേ. അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എക്സ് എന്ത് ചെയ്തു? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഈ ഉള്ളിലുള്ള ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എക്സിനെ യുവിൻ്റെ ഫോമിലേക്ക് ഒന്ന് മാറ്റി. അതായത് ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ യു എന്ന് എഴുതിയിട്ട് ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് എഴുതി നോക്കി നോക്കുക. ഇതും ക്യാൻസൽ ചെയ്ത് പോയാൽ എന്തെന്നെ കിട്ടും? ഇതന്നെ കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഒന്ന് റീഅറേഞ്ച് ചെയ്തെന്ന് മാത്രം. ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എക്സിനെ ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ യു ഇൻറ്റു ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതി അല്ലേ. നമ്മൾ റിസൾട്ടിന് ഈക്വാലിറ്റി നഷ്ടപ്പെടുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല, ഒന്ന് റീഅറേഞ്ച് ചെയ്തു എന്ന് മാത്രം. ഇനി ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ യു ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് എന്ന് കൊടുത്തു. ഇനി നോക്കുക, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ്? എഫ് ഡാഷ് ഓഫ് യു ആണെന്ന് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ടേം എഫ് ഡാഷ് ഓഫ് യു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ടേമോ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽ യു ബൈ ഡെൽ എക്സോ അതും ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അതെന്താണ് ജി ഡാഷ് ഓഫ് എക്സ് ആണെന്ന് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുകളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മുകളിൽ അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ എന്ത് കിട്ടി? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടി. എഫ് ഡാഷ് ഓഫ് യു ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഇതന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഇനി അതിനൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. എന്താണ് എഫ് കോമ്പോസിറ്റ് ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് കോമ്പോസിറ്റ് ജി എന്താണ്? എച്ച് ആണ്. അപ്പോൾ അതിന് എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. എച്ച് ഡാഷ് ഓഫ് എക്സ് ഒരു ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് നമ്മളെപ്പോഴും ലിമിറ്റ് വെച്ചിട്ടാണ് അല്ലേ. തുടക്കത്തിലൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ എന്താ? ലിമിറ്റ് ഏതാണോ വേരിയബിൾ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 അല്ലേ. പിന്നെ എന്ത് വരും? ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എക്സ് വരും. അതിപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? എഫ് ഡാഷ് ഓഫ് യു ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. അതായത് എച്ച് ഡാഷ് ഓഫ് എക്സ് എന്താണ്? എഫ് കോമ്പോസിറ്റ് ജി ഡാഷ് ഓഫ് എക്സ് എന്ത് കിട്ടി? എഫ് ഡാഷ് ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് ആണ്, ജി ഡാഷ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇതാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ചെയിൻ റൂൾ ഓർത്ത് വയ്ക്കണം. നമുക്ക് പലയിടത്തും പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യം വരും. അത് പ്രൂവ് ചെയ്യാനും എളുപ്പമാണ്. ഇപ്പോൾ ഓർമ്മ വേണ്ടത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 അല്ലേ. എന്നാൽ ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ വേണ്ട കാര്യങ്ങൾ അതിനെ ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് ഓർമ്മ വേണം. ഈ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഈ വരുന്ന ഓരോ ടേംസും എന്താണ് നമുക്കവിടെ കണ്ടുപിടിക്കണം. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് പ്രശ്നമില്ല. ആദ്യം ഈ ടേംസ് എഴുതിയതിന് ശേഷം അല്ല, ഈ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് സ്റ്റെപ്പുകളും കണ്ടുപിടിക്കാൻ പോയാലും മതി. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കാം.